ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബാക്ടീരിയ രോഗങ്ങൾ കോഡിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വൈറൽ ഡിസീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പോളിൻ്റെ ജപ്പാനിലുള്ള കുരങ്ങൻ സാറിൻ്റെ കഥ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന കോഡ് ഒരു കടമെടുത്ത കോഡാണ് കേട്ടോ. നമ്മുടെ ലച്ചു മിസ്സിൻ്റെ കോഡാണ്. PSC പഠിക്കുന്നവർക്കൊക്കെ ലച്ചു മിസ്സിനെ അറിയായിരിക്കുമല്ലോ. ലച്ചു മിസ്സിൻ്റെ കോഡാണ് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു കോഡായിട്ട് എനിക്ക് തോന്നി. അത് മിസ്സിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു കോഡാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ മിസ്സിനോടൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു കോഡ് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും സിനിമ കാണാനൊക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് ഒരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോവാം. അതിനു മുൻപ് ഈ കഥ അല്ലേ, ഈ ഫിലിം എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് അറിയുന്നത് നല്ലതല്ലേ? അപ്പോൾ എവിടെയാണ് ഇത് ഷൂട്ട് ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് പത്തായത്തിൽ ധാരാളം നെല്ലുള്ള ഒരു വലിയ തറവാടായിരുന്നു. ആ തറവാട്ടിൽ എലി കയറി കഷ്ടിച്ച് ഒരു നെൽമണി പോലും വെച്ചില്ല. അങ്ങനെ ക്ഷയിച്ചു പോയ ഒരു തറവാടിൻ്റെ കഥയാണ് നമ്മൾ ആ ഒരു സിനിമയിൽ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ സിനിമ കാണാനായിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് എത്തി. അപ്പോൾ തിയേറ്ററിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എഴുതി കാണിക്കില്ലേ ഏത് ഫിലിംസ്, ആരുടെ അവതരണം, സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എഴുതി കാണിക്കുകയാണ്, സി ഫിലിംസ് അവതരിപ്പിക്കുന്ന ആന്ത്രാക്സ്. സിനിമയുടെ പേരെന്താണ്? ആന്ത്രാക്സ് എന്നാണ്. സി ഫിലിംസ് അവതരിപ്പിക്കുന്ന ആന്ത്രാക്സ്. അടുത്ത ഒരു സീനിൽ എഴുതി കാണിക്കുകയാണ്, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതുമുഖം ഗൊണേറിയ. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതുമുഖം ഗൊണേറിയ. അങ്ങനെ മൂവി പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ആ സീനിൽ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാറൽ സൗണ്ടോട് കൂടിയിട്ട്, വലിയൊരു കാറുന്ന സൗണ്ടോട് കൂടിയിട്ട് ഒരു വില്ലൻ എൻ്റർ ചെയ്യാണ്. ഓക്കെ, വില്ലൻ എൻ്റർ ചെയ്യുമ്പോൾ വില്ലൻ്റെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്. ബോട്ടിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് നോക്കുമ്പോൾ നല്ല ഷർട്ടൊക്കെ ഇട്ട് ഒരു ടൈ ഒക്കെ കെട്ടി, പിന്നെ കയ്യിൽ ടൈറ്റാൻ്റെ ഒരു വാച്ചൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷേ ആള് ഡെഫാണെന്ന് പിന്നീട് ആ സിനിമ കണ്ടിന്യൂ ചെയ്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിനിമയുടെ കഥ. നമ്മൾ ബാക്ടീരിയ രോഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ രോഗങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ പറഞ്ഞ കോഡും രോഗങ്ങളും ഒന്നിച്ചൊന്ന് നോക്കാം. നമ്മൾ എന്താ പറഞ്ഞത്? പത്തായത്തിൽ ധാരാളം നെല്ലുള്ള ഒരു തറവാട്ടിൽ എലി കയറി കഷ്ടിച്ച് ഒരു നെൽമണി പോലും വെക്കാതെ എല്ലാം തിന്നു തീർത്തു അല്ലേ? അങ്ങനെ ക്ഷയിച്ചു പോയൊരു തറവാടിൻ്റെ കഥയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എലി വന്ന് കയറി എന്ന് പറയുമ്പോൾ എലിപ്പനി, എന്നിട്ട് കഷ്ടിച്ച് എന്ന് പറയുമ്പോൾ കുഷ്ഠം നിങ്ങൾ ആലോചിക്കണം. ഒരു നെൽമണി പോലും, അപ്പോൾ അവിടെ എന്താണ്? ഭക്ഷ്യവിഭവമാണ്, ഭക്ഷ്യവിഷബാധ. പിന്നെ ക്ഷയിച്ചു പോയ തറവാട്, ക്ഷയം. ഈ 4 കിട്ടിയല്ലോ. ഇനി പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? സിനിമയ്ക്ക് കയറി അല്ലേ? സിനിമയ്ക്ക് കയറിയപ്പോൾ സി ഫിലിംസ് അവതരിപ്പിക്കുന്ന സിഫിലിസ് കിട്ടി. എന്താണ്? ആന്ത്രാക്സ് എന്നായിരുന്നു സിനിമയുടെ പേര്. ആന്ത്രാക്സ് കിട്ടി. ന്യൂമോണിയ എന്താണ്? പരിചയപ്പെടുത്തുന്ന പുതുമുഖം. പുതുമുഖം എന്ന് പറയുമ്പോൾ ന്യൂ എന്ന വേർഡ് അവിടെ കണക്ട് ചെയ്യുക. ന്യൂമോണിയ. അപ്പോൾ പുതുമുഖത്തിൻ്റെ പേരെന്താണ്? ഗൊണേറിയ എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അത് 4 കിട്ടിയല്ലോ. സിഫിലിസ്, ആന്ത്രാക്സ്, ന്യൂമോണിയ, ഗൊണേറിയ, ഇത്രയും കിട്ടി. ശേഷം മൂവി പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ നമുക്ക് പ്ലേഗും കിട്ടും. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാറൽ ശബ്ദത്തോടു കൂടിയിട്ട് വില്ലൻ്റെ മാസ് എൻട്രി ആണ് കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ ശബ്ദം, ഒരു കാറൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. വില്ലൻ്റെ മാസ് എൻട്രി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളത് ബാക്ടീരിയ രോഗവുമായിട്ട് കണക്ട് ചെയ്യണം. കാറൽ സൗണ്ടോട് കൂടി, തൊണ്ട കാറൽ. ആരുടെ മാസ് എൻട്രിയാണ് നമ്മൾ പറഞ്ഞത്? വില്ലൻ ചുമ. വില്ലൻ വരുമ്പോൾ വില്ലൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ബോട്ടിലുണ്ട്, ബോട്ടിലിസം. വില്ലൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? കോസ്റ്റ്യൂം എങ്ങനെയാണ്? ഒരു കോളറുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ടൈ കെട്ടിയിട്ടുണ്ട്, ടൈറ്റൻ്റെ ഒരു വാച്ച്, ടെറ്റനസ് കേട്ടോ, ടൈറ്റൻ്റെ ഒരു വാച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വില്ലൻ വരികയാണ്. വില്ലൻ്റെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്, ബോട്ടിലിസം. കോളറുള്ള ഷർട്ട്, കോളറ. ടൈഫോയിഡ്, ടൈ കെട്ടിയിട്ടുണ്ട് അല്ലേ? ടൈഫോയിഡ്. ടൈറ്റൻ്റെ ഒരു വാച്ച്, ടെറ്റനസ്. പക്ഷേ ഈ വില്ലൻ കാണാൻ നല്ല ലുക്കാണ്. ഈ സിനിമ നമ്മളിങ്ങനെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വില്ലൻ ഒരു ഡെഫായിട്ടുള്ള പേഴ്സൺ ആണെന്ന് കേട്ടോ. ഡിഫ്തീരിയയുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ആയപ്പം ഏകദേശം PSC ചോദിക്കുന്ന എല്ലാ ബാക്ടീരിയ രോഗങ്ങളും ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ലച്ചു മിസ്സിൻ്റെ കോഡാണ്, എൻ്റെ കോഡല്ല കേട്ടോ. അപ്പോൾ പഠിക്കാൻ നമ്മൾക്ക് എവിടെ നിന്ന് ഏത് കോഡ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അഡോപ്റ്റ് ചെയ്യാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു
ക്ലാസ് അല്ലെ കോഡൊന്ന് കടമെടുത്തത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണ്. ലച്ചു മിസ്സിന് ഒരുപാട് താങ്ക്സ് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ബാക്ടീരിയ രോഗങ്ങളും പിന്നെ വരുന്ന വൈറസ് രോഗങ്ങളുടെ ഒരു കോഡ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെൻ്റെ സ്വന്തം കോഡാണ് കേട്ടോ. അപ്പോൾ ആ ക്ലാസ് രണ്ടും നിങ്ങൾ കാണുക. കാരണം വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും PSC ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ കോഡിൽ കണക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാക്ടീരിയ രോഗമാണോ അല്ലെങ്കിൽ വൈറസ് രോഗമാണോ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ ചെറിയ 2 കോഡ് അറിഞ്ഞിരുന്നാൽ നമുക്കവിടെ 2 മാർക്കാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഏതൊരു എക്സാമിനും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കോഡുകൾ ഉപയോഗിച്ച് പഠിക്കുകയെന്ന് വെച്ചാൽ വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അല്ലേ. കോഡ് ഓർക്കാൻ മറ്റൊരു കോഡ് എന്ന രീതിയിലാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എക്സാംസൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. റീസെൻ്റ് ആയിട്ട് നമുക്ക് ഫേസ്ബുക്ക് പേജ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പേജിലേക്ക് കൂടി ജോയിൻ ചെയ്തോളൂ. താങ്ക്